ഹലോ ഫ്രണ്ട്സ്, നല്ല രുചിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയും വിത്ത് ഒരു അടിപൊളി റൊട്ടിയും കൂടാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു റെസിപ്പിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറുണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ചിക്കൻ കറി വെക്കാനായിട്ട് നമ്മളൊരു 1/2 കിലോ ചിക്കൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് നമ്മൾ എടുത്തേക്കുന്നത്. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതിലേക്ക് പുളി കുറഞ്ഞ തൈര് ഒരു 3 ടേബിൾ സ്പൂൺ കാണും. 3 ടേബിൾ സ്പൂൺ തൈരാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിലേക്ക് ഒരു പിടി മല്ലിച്ചീര. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കനെല്ലാം നന്നായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് ചിരട്ടക്കരി വെച്ച് കൊടുക്കാം. ഒരു സ്മോക്കിംഗ് ഫ്ലേവർ കിട്ടാനായിട്ടാണ്. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു ശകല എണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഇതങ്ങ് അടച്ച് ഒരു 1/2 മണിക്കൂർ മാറ്റി വെക്കാം. ഇനി നമുക്കിതങ്ങ് അടച്ച് വെക്കാം. ഇങ്ങനെ തന്നെ ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമ്മൾ 2.5 കപ്പ് മൈദ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു കോഴിമുട്ട, 1 സ്പൂൺ പഞ്ചസാര. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നത് വെള്ളം ഇളം ചൂടുള്ള വെള്ളമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ തിളച്ച വെള്ളമല്ല എടുക്കേണ്ടത്, ഇളം ചൂടുള്ള വെള്ളമാണ്. നമ്മൾ കൈകൊണ്ട് മിക്സ് ചെയ്താൽ പറ്റുന്ന ആ ഒരു ചൂടിലുള്ള വെള്ളമേ നമ്മൾ ഇതിനകത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഈ സ്പൂണൊക്കെ മാറ്റിയിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ വിട്ടുപോയതാണ്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മാവ് കുഴച്ചൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി ഇത് ഒരേ ഉരുളകളാക്കി എടുക്കാം. അത് നമ്മൾ കുറച്ച് ചപ്പാത്തിയും കാട്ടി കുറച്ചുകൂടെ വലുപ്പത്തിലുള്ള ഉരുളകളാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഉരുളകളാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഇതിനൊക്കെ ഒന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഒരേ ബോളിൻ്റെ വലുപ്പത്തിൽ നമുക്ക് മുറിച്ചെടുക്കാം. ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ ഉരുളകളാക്കി എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇത് പരത്തിയെടുക്കാം. അപ്പോൾ ഞാനിത് ഈ ഒരു വലുപ്പത്തിൽ പരത്തിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് സ്വല്പം മൈദയുടെ പൊടിയും കൂടെ ഒന്ന് വിതറി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഇങ്ങനെ ഒന്ന് മടക്കി ഈ ഒരു ഷേപ്പിൽ വെച്ചിട്ട് നമുക്കിത് ഒന്നും കൂടെ പരത്തിയെടുക്കാം. അപ്പം ഞാൻ ഈ ഒരു രീതിയിൽ മടക്കി പരത്തിയെടുത്തിട്ടുണ്ട്. ഒത്തിരി അങ്ങ് കനം കുറഞ്ഞെടുക്കണ്ട. നമുക്കത് ഈ ഒരു രീതിയിലാണ് ഞാൻ എടുത്തേക്കുന്നത്. നമുക്കിതെല്ലാം അതിനൊക്കെ പരത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ ഈ റൊട്ടി ചുട്ടെടുക്കാനായിട്ട് നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരേന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത് ഒന്നിൻ്റെ പുറത്ത് ഒന്നും കൂടെ വെച്ച് പരത്തിയാണ്. നമുക്കിതിനകത്ത് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യോ ബട്ടറോ ഏതായാലും നമുക്ക് ചേർത്ത് കൊടുക്കാം. തീ കുറച്ച് വെച്ച് നമുക്ക് തിരിച്ച് മറിച്ച് മുരിച്ചെടുക്കാം.
തീ ഒരു മീഡിയം ലെവലിൽ വെക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റൊട്ടിയാണ്. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിനോടൊപ്പം നമ്മളൊരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതേപോലെ എല്ലാം ചുട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് 2 സവാള നീളത്തിൽ അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഈ ഉള്ളി വാടി വരാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 10-20 പീസ് അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കുവാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, അതും കൂടെ നമുക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ ഉള്ളിയെല്ലാം നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി തണുത്തതിന് ശേഷം ഒന്ന് അരച്ചെടുക്കാം. തണുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ വാട്ടിയെടുത്ത് അതേ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു 2 കഷ്ണം പട്ട, 2 ബേ ലീഫ്, അപ്പോൾ നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കനും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. നമുക്ക് തീ കൂട്ടി വെച്ച് തന്നെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു നല്ല മണമൊക്കെ അതിനകത്ത് കിട്ടുന്നത്. ചിരട്ടക്കരി വെച്ചൊന്ന് സ്മോക്ക് ചെയ്ത് എടുത്തുകൊണ്ട് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഒരു 2-3 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ നമുക്കിത് അടച്ചു വെച്ചതിന് ശേഷം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇനി നമുക്ക് അരച്ചു വെച്ചേക്കുന്ന ആ ഉള്ളിയുടെ മസാല ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കനൊക്കെ ഒരുവിധം വെന്തിട്ടേ ഉള്ളൂ, ഫുള്ളും വെന്തിട്ടില്ല. നമ്മളെ ഉള്ളിയും അണ്ടിപ്പരിപ്പെല്ലാം കൂടെ അരച്ച് വെച്ചതാണ്. നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തീ ഫുള്ള് നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഈ ജാറിനകത്തേക്ക് ശകലം വെള്ളം കൂടെ ഒഴിച്ചിട്ട് വേണം നമുക്ക് അതിനകത്തേക്ക് ഒഴിക്കാൻ. അപ്പോൾ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് ജാറ് കഴുകി അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. തീ നമുക്ക് നന്നായിട്ട് കൂട്ടി വെക്കാം. തീ കൂട്ടി വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഉള്ളിയും അണ്ടിപ്പരിപ്പൊക്കെ അരച്ചിട്ടുണ്ടെങ്കിൽ നല്ല കുറുകിയ ഗ്രേവിയാണ് ഇതിന്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ നമുക്കിപ്പോൾ നോക്കണം. ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവാണെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. തിളച്ചതിന് ശേഷം നമുക്ക് തീയൊന്ന് കുറച്ച് വെക്കാം, ഇല്ലെങ്കിൽ തെറിക്കും ഇതിനകത്തൊക്കെ. ശകല ഉപ്പും കൂടെ നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്കൊരു 5 മിനിറ്റ് തീ കുറച്ച് വെച്ച് അടച്ച് വേവിച്ചെടുക്കാം.
അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ചിക്കൻ കറിയൊക്കെ വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാണുമ്പോൾ ഇതൊരു ബട്ടർ ചിക്കൻ്റെയൊക്കെ രീതി ഇരിക്കുമെങ്കിലും അതേ ഒരു ടേസ്റ്റൊക്കെ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. നമ്മളൊരു സ്മോക്കിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ടായ ഒരു സ്മോക്കി ഫ്ലേവറൊക്കെ ഇതിനകത്ത് നന്നായിട്ട് കിട്ടുന്നുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മളെ ചാനൽ ഇഷ്ടമായ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.